എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് വരാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കുട്ടികളെ എല്ലാവരെയും നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടി, എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രൂപ്പ് ഡി അസ്ത്ര ബാച്ചിൻ്റെ ഭാഗമായി യൂട്യൂബിൽ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്ത് വരികയായിരുന്നു. ഒരുപാട് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തു. ഒരുപാട് കുട്ടികൾക്ക് യൂസ്ഫുള്ളായി എന്നും നമുക്ക് കമൻറ്റ് സെഷനിലൂടെയും അല്ലാതെയും നമ്മളെ കുട്ടികൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മാത്സ് ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണ്. ഒരുപാട് മാത്സിൻ്റെ ക്ലാസ്സസും നമ്മൾ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അടുത്തതായൊരു മാത്സിൻ്റെ സെഷനാണ് ഇന്ന് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ക്വയേഴ്സ് എങ്ങനെ കാണാം എന്ന് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാം എന്നതായിരിക്കും. അതായത് റൂട്ട് 16 എന്ന് വെച്ചാൽ എന്താ? 4, 4. അതായത് 4ൻ്റെ സ്ക്വയറാണ് 16, 16. അങ്ങനെയാണെങ്കിൽ റൂട്ട് 16 എന്താ? 4. അതേപോലെ തന്നെ റൂട്ട് 36 എന്താ? 6. ഇങ്ങനെ ഉള്ള ചെറിയ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 30 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. 30 വരെയുള്ള സ്ക്വയേഴ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു, എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തിരിച്ചും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവില്ല. ഈ ഒരു പ്രോസസ്സ് എവിടെയാണ് കംപ്ലീറ്റ് ആകുന്നത്? നിങ്ങളെ ജോലിയിലേക്ക് എത്തുന്നത് വരെയാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ആ ടൈമിൽ മാത്രമേ ഈ ഒരു പ്രക്രിയ അവസാനിക്കുകയുള്ളൂ. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ കൂടി സഹകരിക്കണം. അപ്പോൾ നിങ്ങൾ സഹകരിക്കും എന്ന വിശ്വാസത്തോടെയാണ് നമ്മൾ എല്ലാ ക്ലാസ്സും ചെയ്യുന്നത്. ഓക്കെ, 30 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ പഠിക്കുക. ഇതിനിടയ്ക്കുള്ള നോക്കി, റൂട്ട് 841 എന്ന് പറഞ്ഞാൽ എന്താ? 29. അതേപോലെ റൂട്ട് 529 എന്ന് വെച്ചാൽ എന്താ? 23. റൂട്ട് 225 എന്ന് വെച്ചാൽ എന്താ? 15. ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം, മനസ്സിലാകും. പക്ഷേ ഇതിന് മുകളിലുള്ള നമ്പേഴ്സോ ബുദ്ധിമുട്ടാണ്. റൂട്ട് വന്നാൽ എങ്ങനെ എടുക്കണമെന്നാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ആർക്കായാലും അത് ബുദ്ധിമുട്ടാണ്. ഇത്രയും ഒരുപാട് നമ്പേഴ്സ്, ഒരു 83യുടെ സ്ക്വയർ അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ റൂട്ട് കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ 1369ൻ്റെ റൂട്ട്, സ്ക്വയർ റൂട്ട് ഓഫ് 1369, ഇങ്ങനെയുള്ള റൂട്ട് കാണാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എളുപ്പമാക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ ചുമതല. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും, പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നോക്കി, നമ്മളിവിടെ 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാം, എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഇതിനപ്പുറത്ത് വരുന്ന, പുറത്ത് വരുന്ന കുറച്ച് നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാം എന്നതാണ്. നോക്കി, സ്ക്വയർ റൂട്ട്സ് ഇത് നോക്കി. ഈ സ്ക്വയർ റൂട്ട്സ് പഠിക്കാൻ നിങ്ങൾ ആദ്യം 1 മുതൽ 10 വരെയുള്ള സ്ക്വയേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ മക്കളെ? യൂണിറ്റ് ഡിജിറ്റ് എന്താടാ? യൂണിറ്റ് ഡിജിറ്റ് എന്താ യൂണിറ്റ് ഡിജിറ്റ്? ഒരു നമ്പർ തരിക, 23098. ഈ ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ? അവസാന ഡിജിറ്റ്, അതാണ് യൂണിറ്റ് ഡിജിറ്റ്. ലാസ്റ്റ് ഡിജിറ്റ്, അതാണ് യൂണിറ്റ് ഡിജിറ്റ്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ വൺസ് ഡിജിറ്റ്, അതാണ് യൂണിറ്റ് ഡിജിറ്റ്. ഇതെല്ലാമാണ് യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ നമുക്കിത് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് മനസ്സിലാക്കണം. നിങ്ങൾ ഇതിലേക്കൊന്ന് പോയേ, ഈ ഒരു ചാർട്ടിലേക്ക് നിങ്ങളെ ഒന്ന് പോയേ. ഈ ഒരു ചാർട്ടിലേക്ക് നോക്കി. 1 സ്ക്വയർ എന്താ? 1. 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, അങ്ങനെ 10 സ്ക്വയർ 0. ഇതിൽ എന്തെങ്കിലും പാറ്റേൺ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കി. ഇത് നോക്കി. 1 സ്ക്വയർ 1 സ്ക്വയർ 1. 1 സ്ക്വയർ 1. 9 സ്ക്വയർ എന്താ? 81. ക്ലിയർ ആണോ? 1 സ്ക്വയർ 1, 9 സ്ക്വയർ 81. 1 സ്ക്വയർ 1, 9 സ്ക്വയർ 81. രണ്ടിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് എന്താ? ഒന്ന് തന്നെയല്ലേ? 1 തന്നെയാണല്ലോ. 1 സ്ക്വയറിൻ്റെയും 9 സ്ക്വയറിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് ആണല്ലോ. ക്ലിയർ ആണല്ലോ? ഇനി നോക്കി, 2 സ്ക്വയറിൻ്റെയും 8 സ്ക്വയറിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് നോക്കി. 2 സ്ക്വയറിൻ്റെയും 8 സ്ക്വയറിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് നോക്കി. 4 അല്ലേ? അവസാന ഡിജിറ്റ്, അവസാനത്തെ അക്കം 4 അല്ലേ? 4 ആണല്ലോ. ക്ലിയർ ആയേ? ഇനി നോക്കി, 3 സ്ക്വയറും 7 സ്ക്വയറും യൂണിറ്റ് ഡിജിറ്റ് എന്താ? 9 അല്ലേ? 3 സ്ക്വയറിൻ്റെയും 7 സ്ക്വയറിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് 9 അല്ലേ?
ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാകണം. ഈ സ്ക്വയർ പഠിക്കുമ്പോഴൊന്നും നമ്മളിത് ചിന്തിച്ചിട്ടുണ്ടാവില്ല, പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ചിന്തിക്കണം, എങ്കിൽ മാത്രമേ ഈ സ്ക്വയർ റൂട്ട് നമുക്ക് പഠിക്കാൻ പറ്റൂ. ഇനി നോക്കിയേ, 4 സ്ക്വയറിൻ്റെയും 6 സ്ക്വയറിൻ്റെയും യൂണിറ്റ് നോക്കിയേ, 6 അല്ലേ? 4 സ്ക്വയറിൻ്റെയും 6 സ്ക്വയറിൻ്റെയും യൂണിറ്റ് 6 തന്നെയല്ലേ? പിന്നെ 5 സ്ക്വയർ, 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? 5 തന്നെ ആയിരിക്കും. 0ൽ അവസാനിക്കുന്ന, നമ്മൾ 10 സ്ക്വയർ 100 ആണ്. 0ൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ യൂണിറ്റ് 0ൽ തന്നെ അവസാനിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. നോക്കി, 1 സ്ക്വയറിൻ്റെയും, അതായത് 1ൻ്റെ സ്ക്വയറിൻ്റെയും 9ൻ്റെ സ്ക്വയറിൻ്റെയും യൂണിറ്റ് ഒന്ന് തന്നെയാണ്. നോക്കി, 1 സ്ക്വയറിൻ്റെ 1ൻ്റെ 1ഉം 9ഉം 1 സ്ക്വയറിൻ്റെതും 9 സ്ക്വയറിൻ്റെ യൂണിറ്റും 1 തന്നെ ആയിരിക്കും. ഇനി അടുത്ത് നോക്കി, 2 സ്ക്വയറിൻ്റെയും നമ്മുടെ 8 സ്ക്വയറിൻ്റെയും യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും? 4 തന്നെ ആയിരിക്കും. ഇനി അടുത്ത് നോക്കി, 3 സ്ക്വയറിൻ്റെയും 7 സ്ക്വയറിൻ്റെയും യൂണിറ്റ് അവസാനത്തെ അക്കം എന്ത് തന്നെയായിരിക്കും? 9 തന്നെ ആയിരിക്കും. പിന്നെ 5 സ്ക്വയറിൻ്റെത് ഇത് നോക്കി, 4 സ്ക്വയറിൻ്റെയും 6 സ്ക്വയറിൻ്റെയും യൂണിറ്റ് എന്ത് തന്നെ? 6 തന്നെ. പിന്നെ നമ്മുടെ 5 0ൽ അവസാനിക്കുന്നത് 0. ക്ലിയർ ആണോ? ഈ ഐഡിയ നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ സ്ക്വയർ റൂട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാം. ഒന്നുകൂടെ പറയുന്നു, 1 സ്ക്വയറിൻ്റെയും 9 സ്ക്വയറിൻ്റെ യൂണിറ്റ് 1, 2 സ്ക്വയറിൻ്റെയും 8 സ്ക്വയറിൻ്റെ യൂണിറ്റ് 4, 3 സ്ക്വയറിൻ്റെയും 7 സ്ക്വയറിൻ്റെ യൂണിറ്റ് 9, 4 സ്ക്വയറിൻ്റെയും 6 സ്ക്വയറിൻ്റെ യൂണിറ്റ് 6. ക്ലിയർ ആണോ? ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തത് പഠിക്കാം. ഇനി നോക്കിയേ, ഞാനൊരു നമ്പർ തരാം, അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയേ. √4369 സ്ക്വയർ റൂട്ട് ഓഫ് 4356 4356 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ഇതാണ് ആദ്യത്തെ നിങ്ങളുടെ ടാസ്ക്. എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് പഠിക്കാം. ആദ്യം നമ്പർ എന്ന് നോക്കിയേ, 4356. എന്തുകൊണ്ടാണ് യൂണിറ്റ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും. നോക്കി, ഇങ്ങനൊരു സ്ക്വയർ റൂട്ട് നമ്പറാ, ഏതിൻ്റെയോ സ്ക്വയർ ആണ് എന്ത്? 4356. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണെന്നാ കണ്ടുപിടിക്കേണ്ടത്? അതായത് എന്തിൻ്റെ സ്ക്വയർ ആണ്? അപ്പോൾ ഞാൻ ഇവിടെ കിട്ടുന്നതിന് എക്സിന് എടുത്തു. എക്സിൻ്റെ സ്ക്വയർ ആണ് എന്ത്? 4356. എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂ അപ്പോൾ എന്താ? √4356. നോക്കിയേ, യൂണിറ്റ് എന്താണ് ഇവിടെ? അവസാനത്തെ ഡിജിറ്റ് എന്താ? യൂണിറ്റ് ഡിജിറ്റ് എന്താ? 6 അല്ലേ ഇവിടുത്തെ യൂണിറ്റ്? 6 ആണല്ലോ ഇവിടുത്തെ യൂണിറ്റ്. ഇനി നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തതിലേക്ക് വന്നേ, 6ൽ ഈ ഒരു സ്ക്വയർ റൂട്ട് അവസാനിക്കണമെങ്കിൽ അതിൻ്റെ നമ്പർ എന്തായിരിക്കണം? ഏതിൽ അവസാനിച്ചിരിക്കണം? അത് പറഞ്ഞേ. 6ൽ അവസാനിക്കണമെങ്കിൽ ആ നമ്പർ 4ലോ 6ലോ അവസാനിച്ചിരിക്കണം. ഇവിടെ നോക്കി 4 സ്ക്വയർ 16, 6 സ്ക്വയർ 36. 6ലല്ലേ അവസാനിക്കുന്നത്? 6ലാണല്ലോ അവസാനിക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? നോക്കാം. ഇവിടെ കിടക്കട്ടെ. നോക്കി നമ്മുടെ 16. ഓക്കെ, 16ൻ്റെ സ്ക്വയർ എന്താ? 256. 6ലല്ലേ അവസാനിക്കുന്നത്. ഇനി 14ൻ്റെ സ്ക്വയർ എന്താ? 196. 6ലല്ലേ അവസാനിക്കുന്നത്. വേറെ ഏതെങ്കിലും 4ൽ അവസാനിക്കുന്ന സ്ക്വയേഴ്സോ 6ൽ അവസാനിക്കുന്ന സ്ക്വയേഴ്സോ എടുക്കുമ്പോഴല്ലേ 6ൽ അവസാനിക്കുന്ന നമ്പർ നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കി 24 6ലല്ലേ അവസാനിക്കുന്നത്. 26 6ലല്ലേ അവസാനിക്കുന്നത്. വേറെ ഏതെങ്കിലും നമ്പേഴ്സ് യൂണിറ്റ് വരുന്ന ഏതെങ്കിലും നമ്പേഴ്സ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടുമോ? എത്ര വേണോ നിങ്ങൾ ചെക്ക് ചെയ്തോ, 6 കിട്ടില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താ നമുക്കിവിടെ പറയുന്നത്? റൂട്ട് 4356 എന്ന നമ്പർ സ്ക്വയർ റൂട്ടിന് വെളിയിൽ എടുക്കുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ നമുക്ക് ആൻസറിൻ്റെ നമ്പറിൻ്റെ അവസാനം യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും?
ഒന്നുകിൽ 4, അല്ല എന്നുണ്ട് എങ്കിൽ 6. ക്ലിയർ ആണോ? ഒരു പോസിബിലിറ്റി നമ്മളിവിടെ അവസാനിപ്പിച്ചു. ഒന്നുകിൽ നമ്മളുടെ ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 4 ആയിരിക്കാം, അല്ലെങ്കിൽ 6 ആയിരിക്കാം, രണ്ടുമായിരിക്കാം. അപ്പോൾ നമുക്കിവിടെ 2 നമ്പറാണ് കിട്ടുന്നത്. 2 നമ്പേഴ്സ് ഇവിടെ കിട്ടുക. ഇങ്ങോട്ട് നമ്പേഴ്സ് ഉണ്ട്, അവസാനത്തെ അക്കത്തിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിയേ. ഇനി എന്ത് ചെയ്യുക? ഈ 2 ഡിജിറ്റ് അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ലാസ്റ്റ് 2 ഡിജിറ്റ്. അവോയ്ഡ് ലാസ്റ്റ് 2 ഡിജിറ്റ്. അവസാനത്തെ 2 ഡിജിറ്റ് അങ്ങ് അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരെ കൊണ്ട് ഈ യൂണിറ്റ് ഡിജിറ്റ് കാണാൻ വേണ്ടി മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതിയായിരുന്നു. ഇനി അവരെ കൊണ്ടുള്ള ആവശ്യം ഇല്ല, കളഞ്ഞു. ബാക്കിയുള്ളത് എന്താ? ബാലൻസ് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 43, 43 ഉണ്ട്. ക്ലിയർ ആണോ? അടുത്ത സ്റ്റെപ്പ് 43 നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ത് പറയണം? ഈ 43 തൊട്ട് താഴെ നിൽക്കുന്ന സ്ക്വയർ നമ്പർ. ക്ലിയർ ആണോ? ശ്രദ്ധിച്ച് കേൾക്കുക. 43 തൊട്ട് താഴെ നിൽക്കുന്ന സ്ക്വയർ നമ്പർ നോക്കിയേ. 43 തൊട്ട് താഴെ നിൽക്കുന്ന സ്ക്വയർ നമ്പർ ഏതാടേ? ഇതിൽ തന്നെ നമുക്ക് നോക്കാം. 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36. നോക്കി, 7 സ്ക്വയർ 40. ഇതിൻ്റെ നടുക്കല്ലേ 43 വരുന്നത്, 43 വരുന്നത് ആണല്ലോ. ഇതിൻ്റെ നടുക്കല്ലേ 43 വരുന്നേ. തൊട്ട് താഴെ നിൽക്കുന്ന അപ്പോൾ ഏതാ? 6 സ്ക്വയർ 36 അല്ലേ? തൊട്ട് താഴെ നിൽക്കുന്നതാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 6 സ്ക്വയർ 36 ജസ്റ്റ് ബിലോ 43 എന്ന് പറയുന്നത് എന്താ? 6 സ്ക്വയർ ഈക്വൽ ടു 36. നമ്മൾ പരിപാടി ഇപ്പോൾ നിർത്തുകയാണ്. ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നോക്കി, 6 സ്ക്വയർ 36. നമുക്ക് കിട്ടേണ്ട നമ്പറിൻ്റെ ആദ്യം അക്കം നമുക്കായി 6 ആയിരിക്കും. നമുക്ക് കിട്ടേണ്ട ആൻസറിൻ്റെ ആദ്യത്തെ അക്കം 6 ആയിരിക്കും. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നോക്കിയേ, നമ്മൾ ഒന്നുകൂടെ പറയാം. അവസാനത്തെ 2 നമ്പർ അവോയ്ഡ് ചെയ്തു. ബാക്കി 43 നമ്മുടെ കയ്യിലുണ്ട്. 43 തൊട്ട് താഴെ നിൽക്കുന്ന സ്ക്വയർ നമ്പർ 6ന്റെ സ്ക്വയർ ആണ് 36. അപ്പോൾ എന്ത് ചെയ്യുക? 6 64 66 ആയിരിക്കും നമുക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ. ഇനി ചെയ്യേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കൺഫ്യൂഷൻ വരാം, ശ്രദ്ധിച്ചിരുന്നോ? നോക്കിയേ, 6 നമ്പർ നമുക്ക് കിട്ടിയല്ലോ. 6 എന്നൊരു നമ്പർ നമുക്ക് കിട്ടിയല്ലോ. ഈ 6ന് തൊട്ട് മുകളിലുള്ള നമ്പർ ഏതാ? 6, 7 അല്ലേ? ആ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ കിട്ടിയത്? 42. 7 കൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്വയർ എടുക്കുന്ന നമ്പർ 6 ആണ്. 6നെ അതിന് തൊട്ട് മുകളിലുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഗുണിച്ചു. അപ്പോൾ എന്ത് കിട്ടി? 42. ഇനിയാണ് നമ്മുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഭാഗം. നോക്കി, ഇത് നോക്കി. 42 ആണ് എന്ത്? മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പർ. നമ്മുടെ കയ്യിലുള്ള നമ്പർ എന്താ? 43. ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം. നോക്കി, നമ്മുടെ കയ്യിലുള്ള നമ്പർ 43, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പർ 42. നമ്മുടെ കയ്യിലുള്ള നമ്പർ 43, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പർ 42. ക്ലിയർ ആണോ? കയ്യിലുള്ള നമ്പർ 43, കിട്ടിയ നമ്പർ 42. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പറിനേക്കാൾ വലുതാണോ ചെറുതാണോ? മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പർ ഇവിടെ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള നമ്പറിലേക്കാണ് ശ്രദ്ധ പോകേണ്ടത്. നമ്മുടെ കയ്യിലുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പറിനെ കൺസിഡർ ചെയ്യുമ്പോൾ വലുതാണോ ചെറുതാണോ? നോക്കിയേ, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പർ 42, നമ്മുടെ കയ്യിലുള്ള നമ്പർ 43. നമ്മുടെ കയ്യിലുള്ള നമ്പർ വലുതാണോ ചെറുതാണോ? വലുതല്ലേ. 43 അല്ലേ നമ്മുടെ നമ്പർ, 42 അല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്? ആണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്പർ വലുതാണ്. നമ്മുടെ കയ്യിലുള്ള നമ്പർ വലുതാണ്. ക്ലിയർ ആണോ? മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പറിനെ, നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ള നമ്പറിനെ കൺസിഡർ ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള നമ്പർ വലുതാണോ ചെറുതാണോ? വലുതാണെങ്കിൽ നമ്മുടെ ആൻസർ വലുതായിരിക്കും. ഇവിടെ ഏത് 64 ആണോ 66 ആണോ വലുത്? 66 അല്ലേ വലുത്. ഇപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 66. ഇനി നമ്മുടെ കയ്യിലുള്ള നമ്പർ ചെറുതായിരുന്നുവെങ്കിലോ ചെറിയ നമ്പർ ചൂസ് ചെയ്തേനെ, 64 ആയ നമ്മുടെ ആൻസർ. പക്ഷേ നമ്മുടെ കയ്യിലുള്ള നമ്പർ വലുതായതുകൊണ്ട് വലുത് ചൂസ് ചെയ്തു. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കാണേണ്ടത്. സിമ്പിൾ ആണ്. ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം മാത്രമാണ്. യൂണിറ്റ് ഡിജിറ്റിന്റെ കേസ്
ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 6 ആയതുകൊണ്ട് നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കാം? 4 6 ആയിരിക്കാം. 4 6 ആയിരിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? അവസാനത്തെ 2 ഡിജിറ്റ് അങ്ങ് അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. അവോയ്ഡ് ചെയ്യില്ലേ നമ്മൾ? ഒഴിവാക്കുക. 2 നമ്പർ ഒഴിവാക്കി, 2 ഡിജിറ്റ്സ് ഒഴിവാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അവസാന 2 നമ്പർ അല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ എന്താ നമ്പർ? 43. ഇനി എന്ത് ചെയ്തു? 43 തൊട്ട് താഴെ നിൽക്കുന്ന സ്ക്വയർ നമ്പർ 6 സ്ക്വയർ 36. 36 ആണ് തൊട്ട് താഴെ നിൽക്കുന്നത്. അടുത്തെന്നല്ല, തൊട്ട് താഴെ നിൽക്കുന്നത് 36 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? 6 സ്ക്വയർ ആണ് 36. നമുക്ക് കിട്ടേണ്ട നമ്പർ 64 66. ഓൾറെഡി നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ചു. അതിൻ്റെ കൂടെ 64 66 ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. 6 സ്ക്വയർ 36 ആണ്. 43 തൊട്ട് താഴെ നിൽക്കുന്ന 6 സ്ക്വയറേ ഉള്ളൂ. ക്ലിയർ ആണോ? 64 66. ഇനി എന്ത് ചെയ്യണം? ആ 6നെ ഏതാണോ സ്ക്വയർ നമ്പർ തൊട്ട് താഴെ നിൽക്കുന്ന സ്ക്വയർ നമ്പറിനെ അതിന് തൊട്ട് മുകളിലുള്ള നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇവിടെ 42 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിലുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറും കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിലുള്ള നമ്പർ വലുതാണെങ്കിൽ വലിയ ആൻസർ, നമ്മുടെ കയ്യിലുള്ള നമ്പർ ചെറുതാണെങ്കിൽ ചെറുതാണ് ആൻസർ. ഓക്കെ, കഴിഞ്ഞല്ലോ? ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ? പെട്ടെന്ന് പഠിക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഒറ്റ തവണ നിങ്ങൾ ഇതൊന്ന് മെമ്മറൈസ് ചെയ്ത് തലയിൽ വെച്ച് ഒന്ന് ഓടിച്ചാൽ മതി. പിന്നെ ഏത് സ്ക്വയർ റൂട്ട് വേണമെങ്കിലും എത്ര നമ്പറിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് അടുത്ത ഒരു സ്ക്വയർ റൂട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് 58081. സ്ക്വയർ റൂട്ട് ഓഫ് 58081. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. സ്റ്റെപ്പുകൾ ആലോചിക്കുക. ആദ്യം സ്റ്റെപ്പുകൾ മനസ്സിൽ വരട്ടെ. ആവാഹിച്ച് കൊണ്ടുവന്നേ സ്റ്റെപ്പുകൾ. എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ? ഒന്ന് പറഞ്ഞേ. ആദ്യം എന്താ നമ്മൾ നോക്കണ്ടേ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം. റൈറ്റിൽ നമുക്കൊരു സാധനം കിടപ്പുണ്ട്. ഏതാ? യൂണിറ്റ് ഡിജിറ്റ്, അവസാനത്തെ അക്കം. എന്താ യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ? 1 യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ എന്ത് പറഞ്ഞു? 1 മുതൽ 9 വരെയുള്ള അല്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള സ്ക്വയേഴ്സിലേക്ക് പോകണം. 1 യൂണിറ്റ് ഡിജിറ്റ് വരണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തൊക്കെയാവാം എന്നാ ചോദിച്ചത്. എന്തൊക്കെയാവാം? 2 ആവാലോ. ഏതാ? ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ എന്ത്? 9. ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 9. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്തൊക്കെ ആവാടെ? ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 9. നേരെ കൊണ്ടുവന്ന് എഴുതുക. 2 നമ്പേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യണം. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 9. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? അവസാനത്തെ 2 ഡിജിറ്റ് ഒഴിവാക്കുക. നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക, മാറ്റി വെക്കുക. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ അവസാനത്തെ 2 ഡിജിറ്റ് ഒഴിവാക്കി. ഇനി എന്താ നമ്മുടെ കയ്യിലുള്ളത്? 580. 580 ആണ് നമ്മുടെ കയ്യിലുള്ളത്. 580 തൊട്ട് താഴെയുള്ള സ്ക്വയർ നമ്പർ എന്താ വരുന്നത്? 580 തൊട്ട് താഴെയുള്ള സ്ക്വയർ നമ്പർ 576. അതായത് 24ൻ്റെ സ്ക്വയർ അല്ലേ? 576. 24ൻ്റെ സ്ക്വയർ അല്ലേ 576? അപ്പോൾ 580 തൊട്ട് താഴെയുള്ള 576 അല്ലേ 25 സ്ക്വയർ ആവുമെങ്കിൽ ഒരുപാട് കൂടും. അപ്പോൾ അതല്ല, 625 ആവും. അപ്പോൾ 24ൻ്റെ സ്ക്വയർ 576. തൊട്ട് താഴെ നിൽക്കുന്നത് ഏതാ? 576 മാത്രമേ ഉള്ളൂ. 24. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്തായിരിക്കാം? ഒന്നെങ്കിൽ 241 അല്ലെങ്കിൽ 249. 241 അല്ലെങ്കിൽ 249 ആയിരിക്കും നമുക്ക് കിട്ടേണ്ട ആൻസർ. ഏതാണ് നമുക്ക് ഇനി അറിയില്ല. 1-2 സ്റ്റെപ്പ് കൂടെ ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യണം? 24നെ തൊട്ട് മുകളിലുള്ള നമ്പർ, ഒരു നമ്പർ കൂടിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഏതാണത്? 25. 25 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 24 × 25 എന്ത് കിട്ടും നമുക്ക്? 600. 600 കിട്ടും. ക്ലിയർ ആണോ? 600 കിട്ടും. ഇനി എന്താ നോക്കേണ്ടത്? നമ്മുടെ കയ്യിലുള്ള നമ്പറിന് രംഗപ്രവേശനം ചെയ്യാൻ ടൈമായി. നമ്മുടെ കയ്യിലുള്ള നമ്പർ ഏതാടേ? നമ്മുടെ കയ്യിലുള്ള നമ്പർ ഏതാ? അതാ 580. നമ്മുടെ കയ്യിലുള്ള നമ്പർ 580. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പർ 600.
580 കയ്യിലുള്ളത് പിടിച്ചോ, മുറുകെ പിടിച്ചോ. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയത് 600. നമ്മുടെ നമ്പർ വലുതാണോ ചെറുതാണോ? മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പറിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്പർ വലുതാണോ ചെറുതാണോ? ഇത് മാത്രം നോക്കിയാൽ മതി. വലുതാണോ ചെറുതാണോ നോക്കി. 600 നമ്മുടെ കയ്യിൽ പിടിച്ചോ 600. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പർ 580. വലുതാണോ ചെറുതാണോ? ചെറുതല്ലേ. 580 600നെ കൺസിഡർ ചെയ്യുമ്പോൾ ചെറുതല്ലേ. അപ്പം നമ്മുടെ ആൻസർ എന്താ? ചെറുത് ഏതാ? 241 ആണോ 249 ആണോ? 241. നമ്മുടെ ആൻസർ 241. ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെ ഇത്ര പെട്ടെന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാടേ? സ്ക്വയർ റൂട്ട്സ് കണ്ടുപിടിക്കാം. ഒരു പ്രശ്നവും ഇല്ല. ഇത് ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ കമൻസ് വഴി അറിയിക്കണേ. നമുക്ക് കമൻസ് ഒന്നും നിങ്ങൾക്ക് ഓക്കെ ആണോ അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഒന്ന് കമൻസ് വഴി നിങ്ങൾ അറിയിച്ചാൽ മാത്രമേ അടുത്ത ക്ലാസ് നമ്മൾ എന്തെങ്കിലും പോരാൻ വേണ്ടി വരുത്താൻ പറ്റൂ, ഒന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റൂ, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലിയർ ആണോ? അപ്പോൾ അടുത്തൊരു നമ്പർ കൂടെ നമുക്ക് പരിചയപ്പെടാം. റൂട്ട് 7921 7921 7921 നമ്മുടെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യമേ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്, അത് മനസ്സിൽ വെക്കുക. യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. യൂണിറ്റ് ഡിജിറ്റ് എന്താ ഇവിടെ? ഇവിടെ എന്താ? 1 അല്ലേ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ 1 അല്ലേ യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തൊക്കെ ആവാം? ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 9. നമ്മൾ ഓൾറെഡി ഈ മോഡലല്ലേ ചെയ്തത്. നമ്മുടെ നമ്പേഴ്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 അല്ലെങ്കിൽ 9. ഇനി എന്ത് ചെയ്യുക? അവസാനത്തെ 2 ഡിജിറ്റ് അങ്ങ് ഒഴിവാക്കുക. നൈസായിട്ട് ഒഴിവാക്കി മാറ്റി നിർത്തുക. ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കുക. എത്ര? 79 അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇതിന് തൊട്ട് താഴെ നിൽക്കുന്ന സ്ക്വയർ നമ്പർ 79ന് തൊട്ട് താഴെ നിൽക്കുന്ന സ്ക്വയർ നമ്പർ ഏതാണ്? നമ്മുടെ 8 സ്ക്വയർ അല്ലേ? 8 സ്ക്വയർ അല്ലേ? എന്താ? 64 അല്ലേ? 8 സ്ക്വയർ അല്ലേ? 64 അല്ലേ? 79 തൊട്ട് താഴെ നിൽക്കുന്നത് 9 സ്ക്വയർ ആകുമ്പോൾ 81 ആവും. 81 എന്ന് പറഞ്ഞാൽ വലുതാണ്. അപ്പോൾ അതല്ല, തൊട്ട് താഴെ നിൽക്കുന്ന 8 സ്ക്വയർ 64 ആണ്. ക്ലിയർ ആണോ? അപ്പം നമുക്ക് കിട്ടേണ്ട നമ്പർ ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ 81 അല്ലെങ്കിൽ 89. നമുക്ക് കിട്ടേണ്ട നമ്പർ ഒന്നെങ്കിൽ 81 അല്ലെങ്കിൽ 89. എന്താണെന്നറിയില്ല, ഉടനെ നമ്മൾ അറിയും. ഇനി എന്ത് ചെയ്യുക? 8ന് മുകളിൽ നിൽക്കുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8ന് മുകളിൽ കിട്ടുന്ന നമ്പർ എന്താ? 9 അല്ലേ? 8 × 9 എന്ത് കിട്ടും? 72 കിട്ടും. 72 കിട്ടും. ഇനി ഇനി ആരുടെ എൻട്രിയാ നോക്കിയേ? നമ്മുടെ കയ്യിലുള്ള നമ്പറിന്റെ എൻട്രിയാണ്. നമ്മുടെ കയ്യിലുള്ള എന്താ? 79. നമ്മുടെ കയ്യിലുള്ള 79 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ 72 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി. 79 കയ്യിലുണ്ട്. കയ്യിലുള്ളത് വലുതാണോ ചെറുതാണോ? 79 കയ്യിലുള്ളത് വലുതാണ്. 72 നോക്കുമ്പോൾ വലുതാണ്. അപ്പോൾ എന്താ നമ്മുടെ ആൻസർ? വലുതാണ് നമ്മുടെ ആൻസർ. 81 ആണോ 89 ആണോ വലുത്? 89 അല്ലേ വലുത്? ക്ലിയർ ആണോ? നമ്മുടെ ആൻസർ എന്താ? 89. ഇപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എല്ലാവരും പഠിച്ചല്ലോ. എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെയാണ് എങ്കിൽ റൂട്ട് 1369 എന്താണെന്നുള്ളത് ഒന്ന് കമന്റിൽ അറിയിക്കണേ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രം റൂട്ട് 1369 എന്താ ആൻസർ എന്നുള്ളത് ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിച്ചോ. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സസ് ഇങ്ങനെ ചെയ്തു പോവുകയാണ്. നമ്മുടെ ആപ്പിലും അതേപോലെ നമ്മൾ ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആപ്പിലേക്ക് എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുകയാണ്. നമ്മളുടെ അസ്ത്ര ബാച്ച് വഴി RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡായി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി അസ്ത്ര ബാച്ചിലൂടെയാണ്. ഒരുപാട് ക്ലാസ്സസ് അതിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 50 കുട്ടികൾക്ക് ഒരു റിഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. 3999 രൂപയുടെ ക്ലാസ് വെറും 2999 രൂപയ്ക്കാണ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുക.
അപ്പോൾ ഈ അവസരം എല്ലാവരും പരമാവധി ഉപയോഗിക്കുക. അപ്പോൾ ഡീറ്റെയിൽ അറിയേണ്ടുന്നവർ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കാണേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു സെഷനുമായിട്ട് കാണും വരെ വണക്കം.